മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പബ്ലിക് റിലേഷൻസ് ഡയറക്ടർക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ടി.എൻ. പ്രതാപൻ എം.പി. പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം വിതരണം ചെയ്തത് പെരുമാറ്റച്ചട്ട ലംഘനമെന്നാണ് പരാതി. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സൂരജ്, ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? പരാതിയിൽ പറയുന്ന കാര്യങ്ങളും എന്തെല്ലാമാണ്? ശ്രീലക്ഷ്മി, ഈ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം എന്ന പേരിൽ ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ച ഈ ലഘുലേഖയ്ക്കെതിരെയാണ് ടി.എൻ. പ്രതാപൻ ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇതിന്റെ വിതരണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ പുസ്തകം, അതായത് ഈ ലഘുലേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഫെബ്രുവരിയിലാണെങ്കിൽ പോലും പക്ഷേ വിതരണം ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടി.എൻ. പ്രതാപൻ ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ ഡയറക്ടർ, അതായത് PRD ഡയറക്ടർക്കുമെതിരെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്ന 16 പേജുള്ള ഈ ലഘുലേഖ വിതരണം ചെയ്യുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിരിക്കുന്നു. അതായത് സർക്കാർ ചിലവിൽ ഈ ലഘുലേഖ അച്ചടിച്ച് അത് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് വിതരണം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ടി.എൻ. പ്രതാപൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഈ പെൻഷൻ നൽകാൻ പോലും തുകയില്ലാത്ത തരത്തിലേക്ക് ധനപ്രതിസന്ധി രൂക്ഷമായിരിക്കെയാണ് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നടപടി. ഇത് ധൂർത്താണെന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എന്തായാലും പരാതി നൽകിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി, സൂരജ് സജി തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.